തിരുവനന്തപുരത്ത് 8ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച അധ്യാപകനെതിരെ വീണ്ടും പരാതി. 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രതി സ്കൂളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പ്രമുഖ സ്വകാര്യ സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ് പ്രതി. കേസ് പൂഴ്ത്താൻ സ്കൂൾ അധികൃതരും ശ്രമിച്ചിരുന്നു. നിലവിൽ 8ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകൻ അറസ്റ്റിലാണ്. അഷിൻ ഡിയാഗോ ഉണ്ട്. അഷിൻ ഡിയാഗോ, ആ സ്കൂളിൻ്റെ പേര് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം. കാര്യം ആ സ്കൂളിലെ അധ്യാപകരും ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ അധ്യാപകൻ ഇപ്പോൾ അറസ്റ്റിലായി കഴിഞ്ഞു. ഒന്നിൽ കൂടുതൽ കുട്ടികളെ ഇയാൾ ദുരുപയോഗം ചെയ്തു, ഇയാൾ പീഡിപ്പിച്ചു എന്നാണോ ഇപ്പോൾ വരുന്ന വാർത്ത? ആഷൻ, ഡോക്ടർ അരുൺ, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു പ്രമുഖ സ്കൂളിലെ 8ാം ക്ലാസ്സുകാരിയെ അധ്യാപകൻ പീഡിപ്പിച്ചു, ആ പരാതി മറച്ചുവെക്കാൻ ഈ സ്കൂൾ അധികൃതർ ശ്രമിച്ചു എന്ന വാർത്ത നമ്മൾ നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്തതും ഈ സ്കൂളിനെതിരെ നടപടിയെടുത്തതും. ഈ പോക്സോ കേസ് മറച്ചുവെക്കാൻ സ്കൂൾ ശ്രമിച്ചതിൻ്റെ പേരിൽ പോലീസ് ഈ അധ്യാപകനെതിരെയും അതുപോലെ തന്നെ സ്കൂളിനെതിരെയും കേസെടുത്തിരുന്നു. ഇപ്പോൾ ഇതേ കേസിൽ ഈ പോക്സോ കേസിൽ അറസ്റ്റിലായ അധ്യാപകനെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 8ാം ക്ലാസ്സുകാരിക്ക് പുറമെ 9ാം ക്ലാസ്സുകാരിയെയും സ്കൂളിൽ വെച്ച് ഇയാൾ പീഡിപ്പിച്ചു എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. ഈ ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി ഇത് പുറത്തു പറയാൻ തയ്യാറായിരുന്നില്ല. കാരണം ആ കുട്ടിക്ക് ഭയമായിരുന്നു. 8ാം ക്ലാസ്സുകാരിക്ക് സമാനമായി ഈ 9ാം ക്ലാസ്സുകാരിയും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഇത് ആരോടും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 മാസം മുമ്പാണ് ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായത് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ 8ാം ക്ലാസ്സുകാരിക്ക് സമാനമായി തന്നെ പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ 8ാം ക്ലാസ്സുകാരിയുടെ വാർത്ത അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 9ാം ക്ലാസ്സുകാരിയും തൻ്റെ അനുഭവം ഈ ഫോർട്ട് പോലീസിൽ പറഞ്ഞിട്ടുള്ളത്, പരാതിയായി നൽകിയിട്ടുള്ളത്. ഈ അധ്യാപകൻ നിലവിൽ ഇപ്പോൾ പോക്സോ കേസിൽ അറസ്റ്റിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതി പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ച സ്കൂൾ അധികൃതർ, അതിൽ പ്രിൻസിപ്പലിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രിൻസിപ്പലിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഈ വട്ടിയൂർക്കാവ് സ്വദേശിയായ ഈ കൊമേഴ്സ് അധ്യാപകൻ ഇത്തരത്തിൽ എത്ര കുട്ടികളെയാണ് ദുരുപയോഗം ചെയ്തിട്ടുള്ളത്, പീഡിപ്പിച്ചിട്ടുള്ളത് എന്നൊരു ആംഗിളിലേക്ക് കൂടി പോലീസ് കേസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. കാരണം ഈ പെൺകുട്ടി കൂടി ചേരുമ്പോൾ 2 പേരാണ് ഇപ്പോൾ ഈ അധ്യാപകനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ എത്ര കുട്ടികൾ ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം ഇയാൾ പീഡിപ്പിച്ചത് ഇത്തരത്തിൽ 8ാം ക്ലാസ്സുകാരിയെയാണ്. 6 മാസം മുമ്പാണ് ഇയാൾ 8ാം ക്ലാസ്സുകാരിയെ സ്കൂളിൽ വെച്ച് പീഡിപ്പിക്കുന്നത്. 2 തവണ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഈ പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയും അതുതന്നെയായിരുന്നു. പിന്നീട് പുറത്തു പറയരുതെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നു. കുട്ടി ഈ അടുത്തു തന്നെ ഈ വിവരം, ഈ സ്വഭാവത്തിലെ മാറ്റം കണ്ടതിനെ തുടർന്ന് ടീച്ചറിനോട് കാര്യം പറയുന്നു. ടീച്ചർ പ്രിൻസിപ്പലിനെ അറിയിക്കുന്നു. പ്രിൻസിപ്പലാകട്ടെ ഇത് പുറത്തു പറയാതെ ഇയാളെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള നടപടിയായിരുന്നു സ്വീകരിച്ചത്. പിന്നീട് ഈ കുട്ടിയുടെ കുടുംബമാണ് ഇക്കാര്യം അറിയുന്നതും പിന്നീട് പോലീസിൽ പരാതി നൽകുന്നതും. ഈ പരാതി നൽകി ഇയാളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മറ്റൊരു പെൺകുട്ടി കൂടി ഈ പീഡന ആരോപണവുമായി പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 കുട്ടികൾ ഇപ്പോൾ ഈ അധ്യാപകനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. കൂടുതൽ കുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. അധ്യാപകൻ അറസ്റ്റിലാണ്. ഈ പ്രമുഖ സ്കൂളിൻ്റെ കാര്യം ഞാനും അത് സൂചിപ്പിക്കാൻ വരികയായിരുന്നു. പ്രമുഖ സ്കൂളെന്ന് നമുക്ക് പറയാനേ കഴിയൂ. കാര്യം ആ സ്കൂളിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് നടത്തുക സാധ്യമല്ല. കുട്ടിയുടെ ഐഡൻറ്റിറ്റി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്കൂളിൻ്റെ പേര് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് റാഗിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഗ്ലോബൽ സ്കൂളിൻ്റെ പേര് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു പീഡന വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് നിർഭാഗ്യകരമായി ഒരു വാർത്തയാണ്. അതുകൊണ്ട് നമുക്ക് സ്കൂളിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ കഴിയില്ല. കാര്യം ആ സ്കൂളിലെ കുട്ടികളായതുകൊണ്ട് തന്നെ.